നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അനാലിസിസ് ആണ്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് എന്താണ്, ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, വരാൻ പോകുന്ന ഒരു മാസങ്ങളിലൊക്കെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് എന്തായിരിക്കും. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റ് നിഫ്റ്റിയുടെ സ്റ്റിൽ ബൈ ട്രെൻഡിലാണ്. നമ്മൾ മുൻ വീഡിയോസിലൊക്കെ മുൻ ആഴ്ചകളിൽ തന്നെ നൽകിയിരുന്നു. അതായത് 21,000 മുകളിൽ 21,000 ആണ് നിഫ്റ്റിയിലും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് 21,000 താഴത്തേക്ക് വന്നാലും 21,000 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രാഡേയിലൊക്കെ അതിൻ്റെ ഒരു മുകളിൽ ഒരു ബൗൺസ് കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റിയിലും ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു ട്രെൻഡ് റിവേഴ്സലല്ല. ട്രെൻഡ് റിവേഴ്സൽ ആക്ച്വലി ആയിട്ടില്ല. നിഫ്റ്റിയിലും ഒരു ലോങ് ടൈം വ്യൂ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ മാസത്തിലെ ഒരു കോൺട്രാക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് FIs ഒരുപാട് ബൈ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലായാലും ഡിസംബർ മാസത്തിലായാലും ബൈ ചെയ്തിട്ടുണ്ട്. അവരായാലും വളരെ പെട്ടെന്ന് ഒരു ഫണ്ട് വിഡ്രോവൽ ചെയ്യുന്നവരല്ല. അവർ പ്രത്യേകിച്ച് ഡിസംബറിലെ എൻഡിൽ അവർ സാധാരണ സിറ്റുവേഷനിലൊന്നും ഡിസംബർ എൻഡിൽ അവർ വിഡ്രോവൽ നടത്താറില്ല. അപ്പോൾ അവരേലും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് അനുസരിച്ചായിരിക്കും അവരേലും ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഇൻ കേസ് ചിലപ്പോൾ 21,000 താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസംബറിലൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കും. കാരണം അവരേലും ഹെഡ്ജ് പൊസിഷൻ ഇതിന്റെ ഒരു മുകളിൽ നിലനിർത്തുന്ന രീതിയിൽ ഹെഡ്ജ് പൊസിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഡിസംബർ മാസത്തിൽ ശ്രമിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫസ്റ്റ് വീക്കും മിഡിൽ വീക്കും ആകുന്ന ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഏതൊരു ലെവലിലൊരു താഴെ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഏതൊരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ബൈ ട്രെൻഡിൽ നിലനിൽക്കാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി. ഇപ്പോൾ FIs ബൈ ചെയ്താലും DAs ബൈ ചെയ്താലും ഏതൊരു ലെവലിലൊരു മുകളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. എന്നാലാണ് കൃത്യമായിട്ടൊരു ട്രെൻഡ്, കൃത്യമായിട്ടൊരു വലിയൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു മൂവ്മെന്റ് ആയാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളത് സൂചിപ്പിക്കാറുള്ളതാണ്, പല വീഡിയോസിലും സൂചിപ്പിക്കാറുള്ളതാണ്. ഇൻ കേസ് 2-3 ദിവസം എടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റിനെ പോലും ഒറ്റ ദിവസത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഫെയിലിയർ ആക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് നൽകേണ്ടത് പ്രോഫിറ്റ് ബുക്കിംഗ്, ഏതൊരു ലെവലിന്റെ ഒരു താഴെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നുള്ളതാണ്. അതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. കയ്യിലുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ട്രെൻഡ് നോക്കുക. ഇന്നത്തെയിലും ഇൻട്രാഡേ ഒരു ട്രെൻഡ് വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റിൽ നമ്മൾ നൽകിയിരുന്നു. നമ്മൾ സപ്പോർട്ട് 21,495 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ എപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ഒക്കെ ഒരു ആവശ്യകത, അത് കൃത്യമായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്താലാണ് റൈറ്റ് ഒരു സപ്പോർട്ടിനെ നമുക്ക് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്യുവർ പ്രൈസ് ആക്ഷനാണ്. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും സിറ്റുവേഷനും കറന്റ് സിറ്റുവേഷനും വോളറ്റാലിറ്റിയും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നൽകുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഒന്ന് മാറ്റി നൽകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന പോലെ ആയിരിക്കില്ല സപ്പോർട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്തിട്ടാണ്, മാർക്കറ്റിന് ഒരു 1-2 മണിക്കൂർ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്തിട്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചു നോക്കാം. നമുക്കൊരു രാവിലത്തെ ഒരു സെക്ഷൻ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്, നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ നമുക്കൊരു പോസിറ്റീവ് സെന്റിമെന്റിലാണ്
കാരണം ഇതിന്റെ ഒരു മുകളിൽ ഓപ്പൺ ചെയ്ത ഒരു ബൈ സെന്റിമെന്റിലാണ് നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതിനുശേഷമായാലും മാർക്കറ്റ് ഒരു താഴത്തേക്ക് ഒരു ഫാള് വന്നപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിക്കുക 21,495. ഇതാണ് റൈറ്റ് സപ്പോർട്ട്. അതായത് ഇതിന്റെ ഒരു താഴത്തേക്ക് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അല്ല, കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ നമ്മളത് നൽകിയിരുന്നു. അത് മുൻപത്തെ ദിവസത്തെ അപ്ഡേറ്റിൽ നൽകിയിരുന്നു. കാരണം 1-2 ദിവസമായിട്ട് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ഒരു സിറ്റുവേഷൻ കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു അപ്ഡേറ്റ് നൽകിയപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിന്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താൽ ഇതിന്റെ താഴെ നിലനിന്നാൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു അപ്ഡേറ്റ് പോലും നമ്മൾ നൽകിയിരുന്നത്. അപ്പോൾ ഓരോ സപ്പോർട്ടും മാർക്കറ്റിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും നൽകുന്നത്. അനാലിസിസ് ചെയ്തിട്ടാണ് മാർക്കറ്റിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. ഇവിടെ നോക്കുക 21,495 എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ആ ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തോടുകൂടി മാർക്കറ്റിലെ ആ ഒരു വലിയ ഒരു ഫാള് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ അപ്ഡേറ്റിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക, ആ ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഒന്ന് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എല്ലാ സപ്പോർട്ടുകളും വളരെ ഈസി ആയിട്ട് എല്ലാ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് 21,101 നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പൊ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 21,101 എന്ന് പറയുന്നത് 21,000 ആണ് നിഫ്റ്റിയിലും മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലോവർ ലെവല് കാണുന്നത്. ആ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സെന്റിമെന്റിൽ നിഫ്റ്റിയിലും ഈ ഒരു കറന്റ് ഒരു സെന്റിമെന്റിൽ ഒന്ന് മാറും. വരാൻ പോകുന്ന ഒരു ദിവസങ്ങൾ അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റുകൾ നൽകുന്നത്. അപ്പോൾ നിഫ്റ്റിയിലെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുക. ബാങ്ക് നിഫ്റ്റി നോക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏതാന്ന് നോക്കുക. മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷമായാലും മാർക്കറ്റിൽ 48,010 ഇതാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ട് ഇവിടെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. 48,010 ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് ഇത്. ഈ ഒരു ക്യാൻഡിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ക്യാൻഡിന്റെ മുകളിലേക്ക് ഇതിന്റെ ഒരു മുകളിലേക്ക് മാർക്കറ്റിന് കയറാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു മുകളിൽ മാത്രമാണ് ഇനി ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി. അതിന് ശേഷം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനലൈസ് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് എവിടെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം, എവിടെ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം. മാർക്കറ്റിലായാലും ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഫാള് പോലെ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, മാർക്കറ്റായാലും പറഞ്ഞിരിക്കുന്ന ഇൻട്രാഡേയിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റിക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ആ ഒരു ഫാളിന് സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രഷറാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. മാർക്കറ്റായാലും നിഫ്റ്റി ഒരു ലോവർ ലെവലിൽ 21,000 മുകളിലേക്ക് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം 21,000 മുകളിൽ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇതിന് മുകളിൽ സ്റ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ കുറച്ച് സമയം ആ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് പറയുന്ന ഒരു സപ്പോർട്ടോ ഇപ്പൊ നിഫ്റ്റി ഓൾറെഡി വീക്കാണ്. വീക്ക് ആയത് കൊണ്ടാണ് ആ ഒരു സപ്പോർട്ടിന് മുകളിലേക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത്. കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാം. പക്ഷെ കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യണം. കൃത്യമായിട്ട് റെസിസ്റ്റൻസ് അതിന്റെ അടുത്ത് നിന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന നടത്തണം. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു കാരണവശാലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏതായിരിക്കും സപ്പോർട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയിലും തൊട്ട് താഴെ ഇന്നത്തെ ക്ലോസിംഗിന്റെ തൊട്ട് താഴെ നിഫ്റ്റിയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ടിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. സപ്പോർട്ടിൽ നിന്ന് നിഫ്റ്റി ബൗൺസ് ചെയ്യാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് 21,040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ
ലോവർ ലെവൽ സപ്പോർട്ട് 21,000 ആണ്. ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയാലും 21,040 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. 21,040 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പൊ ഇതിന് താഴെയുള്ള ഒരു സപ്പോർട്ട് 20,920 വരുന്നത്. ഇൻ കേസ് 21,000 താഴെ നിഫ്റ്റി നിലനിന്ന് കഴിഞ്ഞാൽ സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ക്ലോസിങ് 21,000 മുകളിലേക്ക് നിഫ്റ്റി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ട്രെൻഡ് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷെ 21,000 വരും ദിവസങ്ങളിൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് ആ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അപ്പോൾ ഹയർ ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം. ഹയർ ലെവൽ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെല്ലാണ് നിഫ്റ്റിയിൽ കൂടുതൽ സാധ്യത വരുന്നത്. 21,333 ഹയർ ലെവൽ റെസിസ്റ്റൻസ്. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഇതിന്റെ താഴെയാണെങ്കിൽ ധൈര്യമായിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 21,250 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 21,140 സപ്പോർട്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് 21,140 താഴത്തേക്ക് ക്ലോസ് ചെയ്യാനായിട്ട്, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. ട്രെൻഡ് ബൈയിലേക്ക് നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ഇൻട്രാഡേയിൽ സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 21,250 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, 21,140 താഴെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി. ലോവർ ലെവലിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണം. അഗ്രസീവ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ട് നമുക്ക് ഇൻട്രാഡേ ട്രെൻഡ്, നിഫ്റ്റിയുടെ ഇൻട്രാഡേ ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. സ്റ്റിൽ പോസിറ്റീവ് ആണ്. ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ പോസിറ്റീവ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് തൊട്ട് താഴെയാണ്. 47,200 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് മാർക്കറ്റിന്റെ താഴത്തേക്ക് വന്നാൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് വോളറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹയർ ലെവൽ 47,450, അതിനുശേഷം ഹയർ ലെവൽ 47,650. ഇതാണ് ഹയർ ലെവലിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഇതിന്റെ താഴെ കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഹയർ ലെവലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതായത് റെസിസ്റ്റൻസിന്റെ താഴെ കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷെ 47,200 സ്ട്രോങ് ആണ്. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത് 200 താഴത്തേക്ക് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി പോയേക്കാം. 47,000 ഹോൾഡ് ചെയ്തുകൊണ്ട് 47,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇൻട്രാഡേയിൽ ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ, ഇൻട്രാഡേയിൽ സ്ട്രെങ്ത് കിട്ടാൻ 47,650 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താൽ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്താൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടും. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടന്റ് നൽകുക. ഇപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക. അടുത്ത റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക. പക്ഷെ 47,450 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ അടുത്തൊരു അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.